ഒരു MLA-യും ഒരു ആലിമും കൂടെ തിരുവനന്തപുരത്ത് യാത്ര ചെയ്യും. അപ്പോൾ സംസാര മധ്യേ ആയിഷാബിയുമായി ഒരു വിഷയം വന്നു. അപ്പോൾ MLA ആലിമിനോട് പറഞ്ഞു, നബിക്ക് ആയിഷാബിയെ കെട്ടേണ്ടിയിരുന്നില്ല. ഇപ്പൊ ആരായി? ഓനാരായി? ഇപ്പൊ മുസ്ലിമീങ്ങളെ പ്രതിനിധിയായി മേനസഭയിൽ പ്രസംഗിക്കണവനാണ്. ആരായടോ? കാഫറായില്ലേ? കാഫറല്ലേ? എന്താ ഒരു പണി തിങ്കളാഴ്ചയും വ്യാഴ്ച നോമ്പൊറ്റി തുപ്പി നടക്കുക. എന്തിനാണ് എങ്ങനെ നോമ്പൊറ്റ്? ഇതിന് നോമ്പ് വിളിക്കും. നോമ്പ് എപ്പോഴും മുറിക്കാലോ. എന്ത് നോമ്പ്? റമളാൻ മാസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലുണ്ടെങ്കിൽ മുറിക്കാലോ. എന്നിട്ട് നോമ്പ് എന്റെ ഹജ്ജ്. ലോകം കണ്ട പണക്കാരനായ ഔറംഗസീബ് ഹജ്ജിന് പോയിട്ടില്ല. അറിയാം, ലോകം കണ്ട പണക്കാരനായ ഒരു പണക്കാരനായിരുന്നു ആര്? ഔറംഗസീബ്. പണക്കാരൻ. കാരണം ഷാജഹാന്റെ മകനല്ലേ. ഷാജഹാൻ ജീവിക്കുന്ന കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ ഷാജഹാന്റെ മകൻ, ഡൽഹി സൽത്തനത്തിലെ സുൽത്താൻ, മുഗൾ എംപയറിൽ ഏറ്റവും വിശാലമായ സാമ്രാജ്യം ഭരിച്ച ചക്രവർത്തിയാണ് ആര്? ഔറംഗസീബ്. അജ്ഞനില്ല. ഈ ഔറംഗസീബിനെ പറ്റി കോഴിക്കോട്ടെ മണപ്പുറത്ത് ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അള്ളാഹുവിന്റെ വലിയ മഹാനായ വലിയായിരുന്നു ഔറംഗസീബ് ആലംഗീർ എന്ന് പ്രസംഗിക്കുന്നത് ഈ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തിയെത്തിയ ജീവിച്ച് ഈ ലോകം കണ്ട പണക്കാരൻ. അവര് വിവരമുള്ള ആളാണല്ലോ, അല്ലാതെ അങ്ങനെ പറയല്ലോ. ശൈഖുനാ ആരെങ്കിലും പറഞ്ഞു പറയില്ലല്ലോ, പഠിച്ചല്ലേ പറയുള്ളൂ. ലോകം കണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരാളായ ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി, എനിക്ക് തോന്നുന്ന 60-ാം വർഷമാണോ, പഞ്ചാരമണലിരുന്ന് ഞാൻ ആ പ്രസംഗം കേട്ടിട്ടുണ്ട്. അതാവാൻ സാധ്യത. ഏതായാലും അന്ന് പ്രസംഗിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഔറംഗസീബ് ആലംഗീർ അള്ളാഹുവിന്റെ വലിയായിരുന്നു. ഈ മനുഷ്യൻ ഒരജ്ഞനില്ല. എന്താ കാരണം? കാരണം ഉണ്ടാവും ചിലർക്ക്. കാരണമുണ്ട്. അത്രയും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരുന്നു. ഹജ്ജിന് പോയി വരുന്ന സമയത്തിനുള്ളിൽ ശത്രുക്കൾ അട്ടിമറിക്കും. അപ്പോൾ ഹജ്ജിനേക്കാൾ വാജിബാണ് എന്ത്? ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിതം കൊടുക്കുക. ഇന്നത്തെ പോലെയല്ല. ദുൽഹജ്ജ് 9 രാവിലെ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് മറ്റന്നാ പോരാൻ പറ്റൂല. 1, 2, 3 മാസം എടുക്കുമെന്ന് അന്നത്തെ കാലത്ത്. ഒരു ഭരണം അട്ടിമറിക്കാൻ ശത്രുവിനത് എമ്പാടുമാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഔറംഗസീബ് അമലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണല്ലോ എന്ത്? ഹജ്ജ്. പൂർത്തിയാണ് അമലല്ലേ? തന്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരാനോ, അത്രയും പ്രധാനപ്പെട്ട അമലല്ലേ ഹജ്ജ്. എന്നിട്ട് ആ ഹജ്ജിന് പോയില്ല ആര്? ഔറംഗസീബ് ആലംഗീർ. എന്റെ നാട് ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന സമയമാണ് എന്നും മരിക്കുന്നത് വരെ അങ്ങനെ ഒരു സമാധാനമായ കാലമുണ്ടായില്ല. ജനജീവിതം ദുസ്സഹമാവും, സിസ്റ്റങ്ങൾ താറുമാറാവും, അത് വലിയ ദുരന്താവും. തന്റെ ഒരു ഹജ്ജിന് വേണ്ടി, തനിക്കൊരു ഹജ്ജിന് സമാധാനം കിട്ടാൻ വേണ്ടി കോടിക്കണക്കായ മനുഷ്യർക്ക് സമാധാനക്കേടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തില്ല? പറയാ ഹജ്ജിന് പോയില്ല. കഅബാലയത്തിലേക്ക് വേണ്ടതൊക്കെ കൊല്ലം കൊടുത്തേക്കും. എന്തിനു പോയില്ല? ഹജ്ജിന് പോയില്ല. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പറയാലോ. മൂപ്പര് കെട്ടിപ്പൂട്ടി അങ്ങനെ കുത്തരുന്നു, അവസാനം ഹജ്ജ് ചെയ്യാതെ അങ്ങനെ പറയാലോ. നമുക്ക് അങ്ങനെ പറയാലോ. വല്ലാത്ത അധികാരം മോഹിയായിരുന്നു, അങ്ങനെ പറയൂടെ. കെട്ടിപ്പൂട്ടിയിരുന്നു, അവസാനം ഹജ്ജ് ചെയ്യാതെ മരിച്ചു, അങ്ങനെ പറയാലോ. ഇതയാൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അയാളുടെ റൂഹ് തേടുന്നതിന് സത്യമുണ്ട്. അയാളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത മാത്രമേ ആർക്കുള്ളൂ. അല്ല അങ്ങനെയല്ലേ? എന്താണ് പഠിക്കാത്തത്? ഇവിടെ ചിന്തിക്കണം. എല്ലാം റസൂലുള്ളാഹിന്റെ, എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് പുണ്യ റസൂലാണ് നമ്മുടെ ധർമ്മം. നമ്മൾ ഒരാളെ ഒരു സൃഷ്ടി അവലംബിക്കുന്നെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫയാണ്. അതന്നെയാണ്. അതത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം സ്വാഭാവികമായും പലരെയും ചൊടിപ്പിക്കും. അപ്പോൾ പല പ്രയാസങ്ങളുണ്ടാവും. എനിക്കതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ പ്രയാസങ്ങളുണ്ടാവും. ചിലപ്പോൾ ഹജ്ജിനോ കഴിയില്ല, നമ്മളൊക്കെ പോകണ്ട. എന്തിനാണ്? ഹജ്ജിന് വല്ല വാജിബാണോ? നേര് പറയൽ വാജിബാണ്. നേര് പഠിച്ചാൽ നേര് പറയൽ വാജിബാണ്. ഹജ്ജിന് പോകൽ വാജിബല്ല. ഇന്നേക്കാൾ വലിയൊരു ഹജ്ജ് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. എന്താ എനിക്ക്?
രണ്ടും ചെയ്തിട്ടുണ്ട്. അതല്ല വാജിബുള്ളൂ. ഇനി വാജിബ് എന്താണ്? നേര് പറയലാണ്. നേര് കണ്ടെത്തുക, നേര് പറയുക. വേറെ പ്രയാസം ഉണ്ടാവും, ആയിക്കോട്ടെ, അയക്കണ്ട്. എൻ്റെ കണ്ണിൽ ഒരു തങ്ങളുള്ള ഒരു മോടിയുമില്ല. എൻ്റെ കണ്ണിഴലുകളാണ്. എൻ്റെ കയ്യിൽ ഒരു കണ്ണിൽ ഒറ്റ തങ്ങളാണ്, അത് മുഹമ്മദ് മുസ്തഫ. ബാക്കി ഒരു തങ്ങളിൻ്റെ മുന്നിലില്ല. ഒക്കെ എല്ലാവരും നേരെയാണെങ്കിൽ നമ്മൾ അവരൊക്കെ കൈ പിടിച്ച് മുത്തുകയും അവരൊക്കെ ഉമായിക്കുകയും ചെയ്യും. അവർ നേരെയാണെങ്കിൽ ഈ നബിക്ക് അവരെതിരായിട്ട് ഓല അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അത്രയേ ഉള്ളൂ. പഴയ കാലത്തുണ്ട്, പെൺകുട്ടികളെ കെട്ടിപ്പോകുമ്പോൾ ഒരു മണിത്തൊയിനി പറഞ്ഞേക്കും. മനസ്സിലായില്ല? ഒപ്പൊരു പെണ്ണിനെ പറഞ്ഞേക്കും, ഒരു തൊയിനെ പറഞ്ഞേക്കും. നല്ല തറവാട്ടിൽ പണ്ട് ഈ മൊബൈലൊക്കെ പണ്ട് 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 അങ്ങനെ ഉണ്ട്. അതിൻ്റെ പുസ്തകങ്ങൾ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു പെണ്ണ് പൊരേന്ന് പുതിയ എണ്ണായി വരുമ്പോൾ അവൾക്ക് ആ വീട്ടിലുള്ള ആളുകൾ പരിചയമില്ലല്ലോ. അപ്പം ആ ഒരു പെണ്ണിനെ തോഴിയായ ഒരു കൂട്ടുകാരിയെ, അത് ചിലപ്പോൾ വീട്ടിലെ പണിക്കാരിയോ അല്ലെങ്കിൽ പണിക്കാരിൻ്റെ മകളോ ഓക്ക് ആ കുടുംബം നല്ലൊരു പാരിതോഷികം കൊടുക്കും. ഓളൊരാഴ്ച ഇവിടെ പാർക്കും. പല കാര്യത്തിനും ഒന്ന് വീട്ടിൽ നിന്ന് സംസാരിക്കലോ വീട്ടുകാരോട് എന്തെങ്കിലും പറയുന്ന മീഡിയേറ്റർ ഇവളായിരിക്കും. കാരണം മറ്റുള്ളവർക്ക് നേരിട്ട് പറയൽ വിഷമമുണ്ടാവും. ഇന്നലെ വെച്ച കറി മനസ്സിലായില്ല, ആ കറി ഇവൾക്ക് ഇഷ്ടമില്ലാത്ത കറിയാണെന്ന് ഓൾക്ക് പറയാൻ പറ്റൂല. ഓള് ചോറൊന്നുമില്ല, ഒരാഴ്ച കൊണ്ട് ക്ഷണിക്കും. വലിയ മൊലാളിൻ്റെ മകളാണ്. അപ്പൊ ഇത് ഈ പിന്നെ സംസാരിക്കുക ആരാണ്? ആ കുടുംബം ഇവരോടെ ചോദിക്കാം, കുഞ്ഞുമാക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഒരാഴ്ച കൊണ്ട് അവളെ ഇഷ്ടം അനിഷ്ടം വീട്ടുകാർ മനസ്സിലാക്കും. ഇനി തൊഴിലിൻ്റെ ആവശ്യമില്ല. നല്ല തറവാട്ടുകാർക്ക് അങ്ങനെ ചെയ്തിരുന്നു പണ്ടത്തെ കാലത്ത്. മനസ്സിലാണ്ട് പറഞ്ഞത്. പുതിയാപ്പിള എന്ത് ചെയ്തെന്നറിയോ? തോയിന്റെ ഇഷ്ടം അനിഷ്ടം നോക്കി, പുതിയെണ്ണ കോപിക്കണം നോക്കിയത് തന്നെയല്ല. ഓള സാരിന്റെ ചൊർക്കും ഓള മൽപ്പത്തിലും ഓള് തെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓനെ പറ്റി എന്താ പറയാ? പെണ്ണുങ്ങളോ ഓള് ഇതോടുകൂടെ ഓള് മനസ്സിലായില്ല, ഓള് നമ്മളെ പിരിഞ്ഞ്. എന്നിട്ട് നമ്മൾ ആരെ വിട്ടില്ല? മുത്തിനബി നമ്മളെ പിരിഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ കുറച്ച് തങ്ങന്മാരും മൂല്യന്മാരും നമ്മൾ വിടുന്നില്ല പറഞ്ഞാൽ ഇജൻ എൻ്റെ പേര് അമുക്കണല്ലെങ്ങായി. ഇന്നത്തെ കുറച്ച് തങ്ങന്മാരും മൂല്യന്മാരും നോക്കേണ്ട ഉത്തരവാദിത്തമാണോ നിൻ്റെത്? നിന്റെ ഉത്തരവാദിത്തം മുത്തിനബി നോക്കാനല്ലേ? റഹ്മത്തുൽ ആലമീനായി അയച്ചത് ഇവരല്ലല്ലോ, മുത്ത് മുഹമ്മദ് മുസ്തഫാനല്ലോ. വമാ അതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ കൊണ്ടുവന്നതിനെ പിടിക്കുക, റസൂൽ ഒഴിവാക്കിയതിനെ വർജിക്കുക. റസൂൽ മനസ്സിലായില്ലേ? റസൂൽ എന്റെ അവിടെ റസൂൽ എന്ന് പറയും, മുഹമ്മദ് എന്ന് പോലുമല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റസൂൽ ദൂതൻ. എന്റെ കാരണം ദൂതന് താല്പര്യമില്ല, ദൂത് കൊടുത്തവന്റെ താല്പര്യമാണ് ആര് നടപ്പിലാക്കുക? ദൂതൻ. അതാണ് ദൂതൻ. ഒരു അംബാസഡർ താല്പര്യം അയാളുടേതല്ല. അയാൾ ഏത് രാജ്യത്തിന്റെ അംബാസഡർ ആണോ ആ രാജ്യത്തിന്റെ താല്പര്യമാണ് അയാളോട് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിലോ കോൺസുലേറ്റ് പൂട്ടിയ ആൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ രാജ്യം അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധം നന്നായി നടന്നാലേ നമ്മളെ അംബാസഡർ അവരെ അംബാസഡർ പിടിയുണ്ടാവുള്ളൂ. ഇന്ത്യയുടെ താല്പര്യം അമേരിക്കയിൽ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോൺസുലേറ്റ് പൂട്ടിയിട്ട് അയാൾ വേണമെങ്കിൽ പോരും. എന്തുകൊണ്ട്? അവിടെ നല്ല സുഖാണ്, അവിടെ നല്ല ഷവർമ കിട്ടും, അതിന് അവിടെ ഇരിക്കും. അയാളുടെ ഷവർമ നാം പോയതല്ലോ. ഇന്ത്യൻ താല്പര്യം സംരക്ഷിക്കാൻ പോയതല്ലേ? അയാൾ ഉത്തരവാദിത്തമല്ലേ? ഒരു മുഅ്മിനിന്റെ ഉത്തരവാദിത്തം മുത്തുനബിയുടെ താല്പര്യം സംരക്ഷിക്കില്ല. മുത്തുനബിയോ അള്ളാഹുവിന്റെ ദൂതനാണ്. മുത്തുനബിയുടെ താല്പര്യം അള്ളാഹുവിന്റെ താല്പര്യമാണ്. അതുകൊണ്ട് റസൂൽ വമാ അതാകുമുർ റസൂൽ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞുതരാം, 25 കൊല്ലായി രാവും പകലും കേരളത്തിൽ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രസംഗിച്ച ഏതെങ്കിലും ഒരു പ്രസംഗം ആ വിഷയം തെറ്റായിരുന്നു എന്ന് ഒരാൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ മാപ്പ് പറയും, മാറും ചെയ്യും. എനിക്ക് ബോധ്യപ്പെടണം. ആരും എന്തും ബോധ്യപ്പെട്ടാൽ മാറും. എന്തുകൊണ്ട്? എനിക്ക് നേര് കണ്ടെത്തേണ്ട ബാധ്യത ഒരു വിഷയത്തിൽ വന്ന് കണ്ട ഒരു ബാധ്യതയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു താല്പര്യം സംരക്ഷിക്കേണ്ടതില്ല. താല്പര്യത്തിന് വേറൊരാളുണ്ട്, മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് മുസ്തഫ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. മുഹമ്മദ് മുസ്തഫ ആരുടെ താല്പര്യം സംരക്ഷിച്ചു? അള്ളാഹുവിന്റെ. വിഷയത്തിലേക്ക് മടങ്ങി. റസൂലാണ് മർമ്മം. നമുക്ക് കഅബയെ മർമ്മല്ല, ഒന്നും നിസ്കാരത്തിൽപ്പെട്ടല്ലേ കഅബ. ആരും അങ്ങനെ പറഞ്ഞാൽ കണ്ണൂട്ടൂല. കണ്ണിന്റെ പൊട്ടി കൂടെ എങ്ങായി എന്നാലും വിചാരിച്ചു പറയണ്ട. എനിക്ക് കഅബ എന്നല്ല, എനിക്ക് മുത്തുനബി വിഷയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുത്തുനബി അള്ളാഹുവിൻ്റെ ദൂതന. മുത്തുനബിയുടെ താല്പര്യം. മുത്തുനബി കഅബയിൽ ബഹുമാനിച്ചു, അപ്പോൾ നമ്മൾ കഅബയെ ബഹുമാനിക്കുന്നു. മുത്തുനബി കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു, അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിയുന്നു. മുത്തുനബിക്ക് ഹജറുൽ അസ്വദിനെ ചുംബിച്ചു, അപ്പോൾ നമ്മൾ ചുംബിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ലോകത്തൊരാളേ ഉള്ളൂ. ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. മുത്തുനബി കുറേ കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു, അപ്പോൾ നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു. ഞങ്ങളെ നേതാവ് തിരിഞ്ഞു നിന്ന സ്ഥലമാണ്. കുറച്ചു കാലം മുത്തുനബി പാരീസിലേക്കാണ് തിരിഞ്ഞെങ്കിലും നമ്മൾ പാരീസിനെ ബഹുമാനിക്കും. അങ്ങനെയൊക്കെ പറയാൻ പറ്റും? പറയും. കുറച്ചു കാലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞത് ഫ്രാങ്ക്ഫർട്ടിലാണ്, ജർമ്മൻ്റെ തലസ്ഥാനം ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് മുത്തുനബി തിരിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലേക്കും അതിനെയും ബഹുമാനിക്കും. ഞങ്ങൾ മുത്തുനബി കുറച്ച് ദിവസം ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരിഞ്ഞിരുന്നു. നമുക്കൊരാളേ ഉള്ളൂ. അതാരാ? അത് മുഹമ്മദാണ്. ഒരു നിസ്കാരത്തിലാണ് ഒരു ജനത കറങ്ങി. നിങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത്? 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിച്ചു കൊണ്ടിരിക്കവേ അടുത്ത 2 റക്അത്ത് കഅബയിലേക്ക് മാറ്റി. നിസ്കാരത്തിൽ അതാണ് സ്വഹാബത്ത്. അവരെ പിൻപറ്റിയാൽ എന്തുകൊണ്ട് അവർ ചോദ്യം ചെയ്തില്ല, എന്ത് കളിയാണ് നിസ്കാരത്തെ കുതിരയോട്? അല്ല, ഇതൊക്കെ ഞങ്ങൾ ലാത്തിനെ ഒക്കെ ഒഴിവാക്കി നിസ്കരിക്കാൻ വന്ന് നിങ്ങളല്ലൊരു മനുഷ്യനാന്ന് വിചാരിച്ചു. ഓലൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പിരാന്താണ്. ഞങ്ങൾ നിങ്ങൾക്ക് പിരാന്തല്ല, നിങ്ങൾ കൊടിയ പിരാന്തല്ലേ ഈ കാട്ടുന്നത്. ഇപ്പൊ കുതിരയോടെ ഇപ്പൊ നിസ്കാരത്തിലായോ? ഒരാളങ്ങനെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഓൾക്കെന്റെ നിസ്കാരം മുഹമ്മദ് മുസ്തഫ അല്ലാതെ നിസ്കാരം പൗടിയായപ്പോ നബി ചാടി കളിച്ചിരുന്നെങ്കിലോ? ഒരു ചാടി കളിക്കും. ഇതിന് വലിയ ചാടി കളിക്കുന്നതാ. നേരെ എതിർ ദിശയിൽ നിസ്കരിക്കുക. ഇതെന്തിനാ അള്ളാഹു ഇങ്ങനെയാക്കിയത്? ഇതെന്തിനാ അള്ളാഹു ഇങ്ങനെയാക്കിയത്? പറയും. നിങ്ങൾ ബസ്സിന് പോയ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. നിങ്ങൾക്കൊരു താല്പര്യവും ഇല്ല. ഈ മനുഷ്യനാ താല്പര്യം. നിസ്കാരം, എന്ത് നോമ്പ്, എന്ത് ഹജ്ജ്, എന്ത് സക്കാത്ത്, എന്ത് കഅബ, എന്ത് ബൈത്തുൽ മുഖദ്ദസ്. എന്റെ ഈ മനുഷ്യന് പറഞ്ഞുകൂടായിരുന്നു? എന്ത് ജിബ്രീൽ തലേന്ന് വന്ന് പറഞ്ഞു, നാളെ നബി സുബൈ ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിച്ചോളി. ഇപ്പൊ ആളുകളൊക്കെ പോയല്ലോ. വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് നോട്ടീസ് ബോർഡിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പോയ സ്ഥിതിക്ക് ഇനി സുബൈയും കൂടി നിസ്കരിക്കാം. പിന്നെ ആകുമ്പോഴത്തിന് കിബില മാറ്റും. അപ്പൊ എല്ലാവരോടും പറയണം കേട്ടോ, കിബില ക്ലിയർ ആക്കാൻ വേണ്ടി പറയണം, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഇതേ അങ്ങനെ അള്ളാഹു തആല പറഞ്ഞോളൂ. ജിബ്രീലെ ആളെപ്പോലെ കിബില മാറ്റേണ്ടതാണല്ലോ. നിങ്ങളൊന്ന് പോയി, നിങ്ങൾ പഴത്തിന് ചായ കുടിച്ച് കുത്തിരിക്കല്ലേ, നിങ്ങളൊന്ന് താഴത്ത് പോയി. ജിബ്രീലെ അല്ല, നമ്മള് മുഹമ്മദ് നബിക്ക് കൊടുത്ത കിബില മാറ്റാണല്ലോ. എന്തേ വന്നൂടായിനോ? ജിബ്രീൽ എന്ന് പറഞ്ഞ ഒരൊറ്റ ചാട്ടം മതിയല്ലോ. ഇതിന്റെ അപ്പുറത്തൊക്കെ പാതാളത്തേക്ക് വരെ അരച്ചാട്ടം കൊണ്ട് എത്തണം ജിബ്രീലിന് അലൈഹിസ്സലാം എന്റെ മദീനത്തേക്ക് വരാന്. പിന്നെ നബിയെ നാളെ കിബില മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ പറഞ്ഞില്ലാന്നൊന്നും വിചാരിക്കണ്ട, അവസാനത്തെ അപ്പപ്പയിലാകണ്ട. 2 റക്അത്ത് കഴിയുമ്പോൾ ജിബ്രീൽ വന്നു, കിബില മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാറി, ഇവരെല്ലാവരും മാറി, ഇവരും മാറി. ഒറ്റ നിസ്കാരത്തിൽ 2 കിബില. അതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. ഒരു നിസ്കാരത്തിൽ 2 കിബില. എന്തേ അങ്ങനെ? ഇത് നിസ്കാരത്തിൽ വർത്താനം പറയാൻ പറ്റില്ലല്ലോ. ചോദ്യം ചെയ്യാതെ നീ അനുസരിക്കേണ്ട ആളാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വേറെ ആരും ചോദ്യം ചെയ്യും. വലിയ എത്ര ഔലിയാണെങ്കിൽ ചോദ്യം ചെയ്യും. മുത്തുനബി പറഞ്ഞതൊന്നും മൊയ്തീൻ ശേഖ് പറഞ്ഞ് വേറൊന്നാണെങ്കിൽ നമ്മൾ എന്ത് സ്വീകരിക്കും? ഔലിപ്പ പറഞ്ഞു നമ്മൾ മുത്തുനബി സ്വീകരിക്കും. അതിന് ഖാദിരി ത്വരീഖത്തേക്ക് ബയറളക്കൊന്നും വേണ്ട. ഇന്റെ ദീനതാണ്. എന്തുകൊണ്ട്? തെറ്റ് ഈ അബ്ദുൽ ഖാദിർ ജീലാനിക്കും എന്ത് പറ്റാം? തെറ്റ് പറ്റാം. നിങ്ങളുണ്ടല്ലോ മറ്റേ നിങ്ങളെ പക്ഷപാതിട്ടാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചില മൂല്യന്മാർക്ക് തെറ്റ് പറ്റില്ല എന്ന് വിശ്വസിച്ചിറക്കന്മാർ പാർല മുസ്ലിമീങ്ങൾ. ഒരു കൂട്ടർ പറയാം, ഞങ്ങൾ ഇന്നത്തെ ആളാണ്, ഞങ്ങൾ നേതാവ്, ഉപർക്ക് തെറ്റ് പറ്റില്ല എന്ന് പറയണില്ലെങ്കിൽ അതാണോ രീതി? അതൊക്കെ നിങ്ങളെ തലയിൽ വന്ന അബദ്ധങ്ങളാണ്. ഏത് മൂല്യം തെറ്റുപറ്റ. അത് ശംസുലക്കും തെറ്റുപറ്റ, കമറുലുലമക്കും തെറ്റുപറ്റ, മമ്പർത്തങ്ങൾക്കും തെറ്റുപറ്റ. തെറ്റ് പറ്റാത്ത ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ. തെറ്റ് പറ്റൂല, തെറ്റുറ്റില്ല. സത്യല്ലേ? ഇവിടെ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ. അബദ്ധം പറ്റാതിരിപ്പം എന്താ? അതിൻ്റെ അർത്ഥം ഒരു മോശമാവില്ല. ഒരു അബദ്ധം ശംസുലമക്ക് പറ്റിയാൽ ഒരു വിധായത്ത് നഷ്ടപ്പെടും. ഇല്ല, മനുഷ്യന്മാർ പറ്റും. എന്താ പറ്റിയത്? ഇനി പറ്റിക്കൂടെ? പറ്റാനോ? അപ്പൊ അവർ നിങ്ങൾക്ക് മനസ്സിലാക്കണം,
മറ്റേ തങ്ങൾക്ക് തെറ്റുപറ്റൂല, ഈ മൂല്യർക്ക് തെറ്റുപറ്റൂല. ആ ഊരിയൊക്കെ ആരേതൊക്കെ പറഞ്ഞു. ആർക്കും പറ്റും, തെറ്റ് പറ്റാൻ പാടില്ലാത്ത ഒരാളേ ഉള്ളൂ നമ്മളെ ദീനിൽ. അത് മുഹമ്മദ് മുസ്തഫ. അബദ്ധം സിദ്ദീഖുൽ അക്ബറിനും പറ്റി, പറഞ്ഞു, അബദ്ധം പറഞ്ഞു. ഞാൻ ഖുർആൻ ജംഅ ചെയ്യൂല, ഒരു കേടിനുള്ളിലാക്കൂല എന്ന് പറഞ്ഞില്ലേ, ഭാഷ്യ പിടിച്ചില്ലേ ആര്? സയ്യിദുനാ സിദ്ദീഖ്. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് ആവശ്യപ്പെട്ടു. അപ്പോൾ കാര്യം മനസ്സിലായി. പിന്നെന്താ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, വല്ലാഹു ശറഹ സദ്രി ലിമാ ശറഹ സദ്ര ഉമർ. എന്റെ ഉമറിന്റെ മനസ്സിനെ എനിക്കും അല്ലാഹു വെളിച്ചം കൊടുത്തിട്ടുണ്ട്. എന്റെ ഉമർ പറഞ്ഞത് എത്ര വലിയ സത്യമാണ് എന്ന് എനിക്ക് പിന്നെ ബോധ്യപ്പെട്ടു. പാടില്ലായിരുന്നു ഞാൻ ഉമറിനോട് തർക്കിക്കാൻ. ഉമർ പറഞ്ഞതാണ്. ആരത് പറയണത്? ഈ സമുദായത്തിലെ എല്ലാവരും ഈമാനും സിദ്ദീഖിന്റെ ഈമാനും തൂക്കിയാൽ ഈമാൻ സിദ്ദീഖിന്റെതാണ് കലമെന്ന് ഹബീബ് പറഞ്ഞ ആ സിദ്ദീഖാണ് ഇവിടെ ആരെ പറ്റി പറയുന്നത്. എനിക്കാ വെളിച്ചം കിട്ടിയില്ല, എന്റെ ഉമറിനെ ഞാൻ പഠിക്കേണ്ടി വന്നു, ഞാൻ വെറുതെ തർക്കിച്ചു. കാര്യം ബോധ്യപ്പെട്ടു. അപ്പൊ അതുവരെ പറഞ്ഞത് എന്തായിരുന്നു? അതുവരെ സിദ്ദീഖ് പറഞ്ഞത് എന്തായിരുന്നു? അബദ്ധമായിരുന്നു. കുട്ടി അബദ്ധമായിരുന്നു. എന്റെ അബദ്ധം സിദ്ദീഖിന് പറ്റൂലേ? സിദ്ദീഖിന് അബദ്ധം പറ്റും. ഇപ്പത്തെ മൂല്യമാർക്കൊന്നും അബദ്ധം പറ്റൂലേ? കാരണം ഒരു ശൈഖുൽ മശായിഖാണ്, ഒരു ഖറാത്ത് പോലും ചെയ്യാത്ത ആളുകളാണ്. ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ പേരിലിരുന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞു. ഞാൻ കേൾക്കൂല. പണ്ട് ഞാൻ കേട്ടൊരു കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ കേൾക്കൂല. അത് ഖറാത്ത് പോലും ചെയ്യാത്ത മാന്മാരാണ്. അപ്പൊ ഖറാത്ത് ഹറാമും ചെയ്യാം. സ്വഹാബി ഹറാം ചെയ്താൽ പിന്നെ ബൈക്ക് ഹറാം ചെയ്തില്ലേ? എൻ്റെ പേര് സ്വഹാബിനി അപ്പുറത്താണ്. അതൊക്കെടാ സംഘടന വളർത്താൻ വേണ്ടിയിട്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മൾ പറഞ്ഞ അബദ്ധങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുത്ത് സ്വഹാബിയായ സയ്യിദ്ന മാഇസ് വിചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാഇസ് സ്വഹാബി അറിയാവും. മനുഷ്യനാണെങ്കിൽ എന്ത് പറ്റും? തെറ്റുപറ്റും. പഠിപ്പിക്കുക. മനുഷ്യന്തമാണ്. അതിനോട് മാഇസിന് വലിയ കമ്മിയുണ്ടോ? ആരോ ഒരാൾ മാഇസിനെ ആക്ഷേപിച്ചപ്പോൾ എന്താ മുത്ത് നബി പറഞ്ഞത്? എൻ്റെ മാഇസ് ചെയ്ത തൗബ മദീനക്കാർക്ക് മതിയാവും. അതിന് മാത്രം വലിയ തൗബയാണ്. എൻ്റെ മാഇസിനെ എന്ത് വിചാരിച്ച്? നിങ്ങളിവിടെ എറിഞ്ഞു വീഴ്ത്തുമ്പോൾ അദ്ദേഹം സ്വർഗീയ പൂന്തോപ്പിൽ വിശ്രമിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇയാളാരാ? വ്യഭിചരിച്ചാള്. ഇയാളെങ്ങനെ കൊന്ന്? എറിഞ്ഞിട്ട്. അതുകൊണ്ട് അയാൾക്ക് എന്ത് കമ്മിയുള്ളത്? ഒരു തെറ്റ് പറ്റി എന്നതുകൊണ്ട് തെറ്റിനെ പിന്നെ തെറ്റി പറ്റൂല, പറ്റാൻ പറ്റൂല, ഖറാത്ത് പോലും ചെയ്യൂല. ഈ ജാതി നുണയാത്തുകൾ പറഞ്ഞ് നടക്കുക കുറച്ച് പോത്തുകൾ. അതൊക്കെ സംഘടന വളർത്താനുള്ള മാധ്യമങ്ങൾ മാത്രമാണ്. അതൊന്നും ദീനല്ല. ദീന് തെറ്റുപറ്റും. ആർക്ക് പറ്റും? ആർക്കും പറ്റും. അബദ്ധം സിദ്ദീഖും പറയും, വ്യഭിചാരം സ്വഹാബിക്കും പറ്റും. എന്തേ അങ്ങനെ തന്നെ പറയും. നിങ്ങൾ പറഞ്ഞോളിന്നാ, നമ്മളെ നേതാവിനാ ഒന്നും പറ്റൂല. സഹാബി അതൊക്കെ സഹാബികളല്ലേ. നമ്മക്ക് തെറ്റൂല. നമ്മളെ മറ്റേ ഉലമ മറ്റേ ഔലിയ ഓൽക്കൊന്നും തെറ്റൂല. അതൊക്കെ എൻ്റെ ഓളോട് പറഞ്ഞാളാ. ഈ തെറ്റ് പറ്റിയതുകൊണ്ട് ഇവർ മോശക്കാരും ആവില്ല. ഇവർ ആരാണ്? ഒരു മനുഷ്യന്മാരല്ലേ. മനുഷ്യന്മാരായാലും എന്ത് പറ്റും? തെറ്റുപറ്റും. നസിയ ആദമു ഫനസിയതു ദുരിയതുഹു. ആദം മറന്നിട്ടുണ്ടെങ്കിൽ മക്കളും മറക്കും. അലൈഹിസ്സലാം സയ്യിദുനാ ആദം ഒക്കെ മറക്കും. മനസ്സിലായോ പറഞ്ഞത്? അബദ്ധം പിണയാത്തവർ അള്ളാഹുവിൻ്റെ അമ്പിയാണ്. അവർ മത്സമീങ്ങളാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആ ജാതി വർത്താനം ഒന്നും പറയണ്ട. നമുക്കൊരാളാണുള്ളത്, മുഹമ്മദ് മുസ്തഫ. അത് സ്കെയിലുമാണ്. മുഹമ്മദ് മുസ്തഫ സ്കെയിലാണ്. നബി ചെയ്തതാണ് ശരി. നബി ചെയ്തതാണ് ശരി. നമുക്ക് ശരി തെറ്റിന്റെ സ്കെയിൽ നബി ചെയ്തതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? എന്തും നബി ചെയ്താൽ ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലത്ത് കള്ളുടിച്ചിരുന്നെങ്കിൽ അത് കള്ളിയമ്മ കുടിക്കേണ്ടി വരും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? കള്ളല്ലേ. നബി കുടിച്ചാലും ഞാൻ കുടിക്കൂല. ഞാൻ കുടിക്കും. നബി കുടിക്കൂല. നബി കുടിച്ചിട്ടില്ല. നബി ഞാൻ ഫർളൻ വ തഖ്ദീറൻ സങ്കല്പിക്കുകയാണ്. ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവിലെ നബി കുറച്ച് കള്ളുടിച്ചിരുന്നെങ്കിൽ ഞാൻ കുടിക്കല്ല, അവിടെ കൊണ്ടു നോക്കും. കാരണം വെള്ളിയാഴ്ച തെറ്റാൻ പാടില്ല. സുന്നത്തിന് അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ഫർളൻ വ തഖ്ദീറൻ സങ്കല്പിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ അതായിരിക്കും ദീന്. അത് കള്ളുകൂടി ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ തെറ്റാണെന്ന്? ഗാന്ധിജി പറഞ്ഞോട്ടെ. മനസ്സിലായില്ല? നമ്മൾ കള്ളൊഴിവാക്കിയത് ഗാന്ധിജി പറഞ്ഞിട്ടാണോ? അല്ല, തീരുമാനിക്കുക.
നമ്മള് മദ്യം വിഷമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങളൊക്കെ? അല്ല, ലോകത്തിന്റെ സ്കെയിൽ മുഹമ്മദാണ് ഏതൊരു മുസ്ലിമിനും. അപ്പം ആ മനുഷ്യൻ കള്ളു കുടിച്ചിട്ടില്ല, കള്ളിനെതിരാണ്, നമ്മൾ കുടിക്കൂല. ആ മനുഷ്യൻ വ്യഭിചരിച്ചിട്ടില്ല, വ്യഭിചാരത്തിനെതിരാണ്, നമ്മൾ വ്യഭിചരിക്കൂല. പിന്നെ നമ്മൾ സംഭവിച്ച അബദ്ധാണ്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തന്നെ നമ്മുടെ ഒറ്റ സ്കെയിലാ മുഹമ്മദ് മുസ്തഫ. അത് തന്നെ, വേറൊരു സ്കെയിലില്ല, ഒരു സ്കെയിലും ഇല്ല. ഇപ്പൊ സിദ്ദീഖിനോട് തർക്കിച്ച ഈ തർക്കം ഉമർ ഖത്താബ് നബിയോട് തർക്കിക്കൂ? എന്തുകൊണ്ട്? നബി മാനദണ്ഡാണ്, നബി ചെയ്തതാതീന്. സിദ്ദീഖിന് എങ്ങനെയാണെങ്കിൽ പിന്നെ മൊയ്തീൻ ഷേഖ്, റിഫായി ഷേഖ്, എന്ത് തിജാനി തങ്ങൾ ഒക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരാണ്. സുബദ്ധവും പറ്റും, അബദ്ധവും പറ്റും, പറ്റാം. മാനദണ്ഡല്ല, മാനദണ്ഡന്മാരാണ് മുഹമ്മദ് മുസ്തഫ. അതാ ദീന്, അത്രയേ ഉള്ളൂ. അല്ലാഹു തആല ആ മാർഗത്തിൽ, മറ്റൊക്കെ നമ്മളെ സ്ഥാപിത താല്പര്യങ്ങളാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഞാൻ ബഹുമാനിച്ചു, അതിന്റെ പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. എന്താ പറയാ, 300 കൊല്ലത്തിനുള്ളിൽ ഇങ്ങനത്തെ ഒരു മഹാൻ വന്നിട്ടില്ല. സ്വന്തം ഗുരുനാഥനെ പറ്റി അങ്ങനെ പറയണവരെ എൻ്റെ ഈ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. എന്താ കൊണ്ട് കാര്യം? എനിക്ക് കാര്യമുണ്ട് മുനീറെ. 300 കൊല്ലത്തിൽ റഹ്മത്തുള്ള ഖാസിമിനെ പോലത്തെ ഒരു മഹാൻ 300 കൊല്ലത്തിനുള്ളിൽ വന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഈ ലാഭമുണ്ട്. എന്തുകൊണ്ട്? എന്താ ലാഭം? അങ്ങനത്തെ ഒരാളെ ശിഷ്യനാണ് ഞാൻ. തിരിഞ്ഞില്ല, അതാണ് എൻ്റെ ഷെയ്ഖ്, എൻ്റെ മുരീദ്. ഞാൻ ആളെ മുരീദാണ്. മനസ്സിലായില്ല? അപ്പൊ എനിക്ക് അവിടെ മികവ് കിട്ടി. എന്തിലും അതിനനുസരിച്ച് എനിക്ക് കച്ചവടം നടക്കും, അതിനനുസരിച്ച് എനിക്ക് മകളെ കിട്ടിക്കാം, അതിനനുസരിച്ച് എനിക്ക് ഒതുക്കി നിർത്താം. പെണ്ണുങ്ങളെ വരെ ഞാൻ ആരെ ശിക്ഷനാന്ന് ആലോചിക്കണം. എൻ്റെ ഉസ്താദിനെ പോലെ 300 കൊല്ലത്തിനുള്ളിൽ ഒരു ഔലിയ ഉണ്ടായിട്ടില്ല. അതോടെ പെണ്ണുങ്ങൾ ഒതുങ്ങി. ആരെ മുന്നിലും ഏത് പഠിക്കും ഒതുങ്ങാത്തതാണ് ആര്? നിങ്ങൾ. എന്റെ കുരുത്ത കടിച്ച് വാങ്ങിയ കുടുങ്ങും. ഞാൻ ആരെ ശിക്ഷന? ഞാൻ റഹ്മത്തുള്ള ഖാസിമി 300 കൊല്ലത്തിനുള്ളിൽ ഇങ്ങനത്തെ ഔലിയ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഉസ്താദ് മരിച്ചുപോയി, ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾ എനിക്കറിയാം. ഈ മലപ്പുറം ജില്ലയിലുണ്ട്. ഞങ്ങൾ ഉസ്താദിനെ പോലത്തെ മാൻ 300 കൊല്ലത്തിനുണ്ടായിട്ടില്ല. എന്തേ? ഉസ്താദ് ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഉസ്താദിനെ അങ്ങനെ പറയില്ല, ആവശ്യമല്ല. ഉസ്താദ് അല്ലാഹുവിനെ അഭിപ്രായമാണ്. ഇബനത് പറയും. എന്തിന്? ഇബനും മുണങ്ങണം, അതാവുന്ന ലക്ഷ്യം. ആ ജാതി മുണങ്ങിയാളെ ഞാൻ ബഹുമാനിക്കൂല, ഞാൻ കിട്ടൂല. നല്ലോണം നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ചില ആളുകളെ പിടിച്ച് ഔലിയപ്പാക്കിയാൽ ഒപ്പുള്ളവർക്കും ലാഭം ഉണ്ടാവും. ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു മേലൊരു ഒല്ലിയും അതിൻ്റെ മേലെ പച്ച പതിപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്നെ അവിടെ കസേരി കുത്തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭയങ്കരമാണ്, മണ്ടൂല. എന്തെങ്കിലും നിങ്ങളെ പോയി പറഞ്ഞോളി, നിങ്ങളെ കയ്യിലുള്ള കൊടുത്തോളി, ഒന്നും ചോദിച്ചു വാങ്ങൂല എന്ന് പറഞ്ഞ് ഞാൻ ആ പുള്ളത്തിണ്ടലേക്ക് ഇറങ്ങിയിരുന്ന് ഒരു മേലൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ മാലമണി മുറിച്ച് ഇങ്ങനെ കുത്തരുന്ന്. നിങ്ങൾ ചുറ്റിപ്പറ്റി കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് എന്താ കൊടുക്കുന്നത്? ഒന്നും വാങ്ങൂല, ഞാനൊക്കെ വാങ്ങി കൊടുത്തു. അത്രയും വലിയ ആളെ, ചെറിയ ആളൊന്നുമില്ല, ഭയങ്കര. രാത്രിയൊക്കെ ഞങ്ങളോട് പറയണം വർത്താനം അങ്ങനെ കേട്ടാൽ ധരിച്ചു ഭയങ്കര. അത്ര അല്ല വലിയ ഭയങ്കര. ഞങ്ങൾക്കറിയില്ല എന്താണ് ആ മനുഷ്യന്റെ ജീവിതം. ഭയങ്കര മാനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പരോട് പറഞ്ഞോളി, അത്രയും വലിയ പാപ്പയാണ് എന്ന് പറഞ്ഞ് എന്ത് കിട്ടിയാലും അതിനനുസരിച്ച് എനിക്ക് കിട്ടുമല്ലോ. ഇത് കച്ചവടമാണ്. എൻ്റെ വാപ്പ ഒരങ്ങാടിയെ പറ്റി പറഞ്ഞിരുന്നു പലവട്ടം എന്നോട്. അങ്ങാടി നമ്മൾ അറിയുന്നൊരങ്ങാടി ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എൻ്റെ വാപ്പ എന്നോട് പലവട്ടം പറഞ്ഞ അങ്ങാടിയെ പറ്റി. ആ അങ്ങാടിയെ കൂടെ ഒരു മൂല്യർ, പഴയകാലത്തെ മൂല്യമാർ നടന്നു പോവുകയാണെങ്കിൽ അവിടെ പീടിയക്കൊലയമ്മ ഇരിക്കുന്ന ഒരു 3-4-5 ആൾ സ്ഥിരമുണ്ട്. ഓല് ഇറങ്ങി തന്നെ, മൂല്യരെ നിങ്ങളൊരു വയറിറങ്ങി തരുമോ എന്ന് വന്ന് ചോദിക്കുന്ന. മൂല്യമാര് വയറിറങ്ങി തന്നാൽ വയറിറങ്ങി തരുമല്ലോ. ഒന്ന് ചിലപ്പോ ബസ്സിന് കൂലിയില്ലായിട്ടാവൂലെ. എന്ത് ഈന മനസ്സിലായില്ല. ഈ ബാഗോ പിന്നെ തലയെക്കെട്ടോ കെട്ടി വല്ല തുണിക്കെട്ട് കെട്ടിയിട്ട് ഇതും തലയിൽ വെച്ച് നടക്കണം മൂല്യര്. അപ്പൊ അങ്ങനെ നടക്കണ മൂല്യരെ കണ്ടാൽ പഴയ കാലത്ത് അവിടെ കുറച്ച് ജബറന്മാരായ ഡംബന്മാരുണ്ടായിരുന്നു. ഇവര് നടന്നു പോണ മൂല്യന്മാരെ കണ്ടാ പറയും, മൂല്യരെ നിങ്ങളൊരു വെള്ളം തരൂ. അപ്പൊ വെള്ളം തരും എന്ന് പറഞ്ഞാൽ എവിടെ? ആ പീടിയക്കൊലയമ്മിൽ നിരപ്പൊളി ഇടാത്തൊരു പീടിയക്കൊലയമൊക്കെ നിർത്തും, വെള്ളം പറയിപ്പിക്കും. വെള്ളം ഈ മൂല്യർ തുടങ്ങിയാൽ ഇവര് പാട്ടയും കൊണ്ട് 4-5 ആൾ 4-5 വൈക്കെട്ട് പോകും. എന്നിട്ട് എന്തിനല്ലോ മൂല്യര് കാര്യമായി ഒന്നുമില്ലാത്തൊരു മൂല്യരാണ്.
അതിന് കാര്യമായ എന്തെങ്കിലും കൊടുക്കണം എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും ആ ചന്തയിലുള്ള ആളുകളെ എടുത്തുന്ന മുഴുവനും ഇത് മോലിയാർ വേറെ കേട്ടില്ലേ, എന്തെങ്കിലും ചെന്ന് കൊടുക്ക്. ഇപ്പൊ അത് കേട്ടിട്ടില്ലെങ്കിൽ മല്ല കൊടുക്കാൻ മോലിയാർ സാധു ഞങ്ങൾ വേറെ കഴിഞ്ഞാൽ ഈ പാട്ടിയും കൊണ്ട് ഇയാള് കൂട്ടി വരും നിസ്കാരപ്പള്ളിന്റെ ചെരുവുക്ക് പോകും. ഇനി അവിടുന്ന് എണ്ണൂല. എന്നിട്ട് എണ്ണീറ്റ് പോലും എന്ത് ചെയ്യുന്ന ഓല 5 ആളും മോലിയാരും 6 ഓരിയാക്കും. മനസ്സിലായില്ല? എന്താ മോലിയാർ അൽഹംദുലില്ലാഹ് ഒരു 2 റുപ്യ ഏറെ മോലിയാർ കൊടുക്കും. അപ്പൊ ഒരു ഔദാര്യം 2 റുപ്യ ഒരാഴ്ച ചെലവ് ചെയ്യാനായി. എന്ത് അപ്പൊ അടുത്ത ആഴ്ച വേറെ മോലിയാർ നടന്നു പോലെ പിരിവ് ഇങ്ങനെ നടക്കുകയും ചെയ്യും. ഇതൊരു ഏർപ്പാടാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇന്ന് 99% ചൂഷണം, മുഴുവൻ ചൂഷണം. 99% ഇന്നും ആത്മീയതയിൽ നടക്കുന്നത് ചൂഷണം, ലക്ഷ്യം ചൂഷണം. അതുകൊണ്ട് മനുഷ്യന് മതത്തിലുള്ള ബഹുമാനം പോലും നഷ്ടപ്പെട്ടു. അത് മാത്രമാണ് ഈ അടുത്ത കാലത്ത് നിരീശ്വരവാദികളായ ആളുകൾ മുഴുവനും പറഞ്ഞത് മതപണ്ഡിതന്മാർ ചെയ്ത തോന്യാസങ്ങൾ കൊണ്ട് ഞങ്ങൾ മതം വിട്ടു എന്നാണ്. പടച്ചോൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷം പറഞ്ഞു. ഇത് അങ്ങനെ തന്നെയല്ലേ? മദ്രസ മുഅല്ലിമീങ്ങൾ ചെയ്ത ദോഷങ്ങൾ, ഉസ്താദ് കോളേജിലെ അധ്യാപകൻ ചെയ്ത തോന്നിയാസങ്ങൾ, അത് കാരണം ഇവർക്ക് തന്നെ ഈ മതത്തിൽ വിശ്വാസമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനീ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നത്, ഞാൻ ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞവരാണ് 90%-ലേറെയും എക്സ് മുസ്ലിംസ്. ആണോ അല്ലേ? അപ്പൊ ഇവിടെ ആരാ തിരുത്തണ്ട്? അപ്പൊ എന്തായിരുന്നു കാരണം? മതചൂഷണം. മതം എന്ന പേര് ആത്മീയ ചൂഷണം. അതിനൊന്നും നമ്മൾ നിന്നോടുത്ത് അവിടെ മതം ഉണ്ടാവില്ല, കുറച്ച് ചൂഷണം നടക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ തിരിച്ചു വരി, നമുക്കൊരാളേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. എനിക്ക് മുമ്പ് പറയപ്പെട്ട ഒരു കവിത ഞാൻ ഓർക്കുന്നു. ആ കവിതയാണ് മഖാലി, എന്റെ വാക്ക്, വഹലി എന്റെ അവസ്ഥയും. കുടുസായ സമയത്തും വല്ലങ്കി കഷ്ടപ്പെടി ഏകദേശ സമമായ അർത്ഥാണ്. ലങ്കും ലങ്കും ലീഖും ലങ്കും ബുദ്ധിമുട്ടാർന്ന രണ്ടിന്റെ അർത്ഥം. ഏത് പ്രയാസത്തിലും എനിക്കതാണ് പറയാനുള്ളത്. അടുത്ത വരി അതിന്റെ വിശദീകരണം. അതായത് ഇതാക്കാനത്തിൽ അഖ്ദാറു, അള്ളാഹുവിന്റെ തഖ്ദീറാത്തുകൾ വരുന്നത് മിൻ മാലിക്കിൽ മുൽക്കി, മാലിക് മുൽക്കിന്റെ പക്ഷത്തിൽ നിന്നാണ് എല്ലാ തഖ്ദീറും വരുന്നതെങ്കിൽ ഫസിയാനി ഇൻദി, എൻ്റെ അടുക്കൽ സമമാണ്, മാ യസുറു സന്തോഷിപ്പിക്കുന്നതും വമാ യുബ്കി കരയിപ്പിക്കുന്നതും. അതിൻ്റെ റസൂൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിനക്കൊക്കെ സമമാകണം, റസൂലുള്ളാഹിനെ സ്നേഹിക്കുമൊക്കെ സമമാണ്. എന്ത് സന്തോഷവും ദുഃഖവും ഒരേപോലെയാണ്. ഇന്നലെ പട്ടാള ക്യാപ്റ്റനായി കമാൻഡറാക്കിയ ഒരു സ്വഹാബിയെ പിറ്റേ ദിവസം സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ എന്താക്കി? സാധാരണ പട്ടാളക്കാരനാക്കിയപ്പോൾ മുനാഫിഖ് പോയി ഫിത്നയുണ്ടാക്കി ഈ സ്വഹാബിയുടെ അടുത്ത്. എന്താണ് ഈ അബൂബക്കറിന്? അബൂബക്കർ പറയാൻ, നിങ്ങളാണ് പട്ടാള സൈന്യാധിപൻ, ഇന്ന് പറയാം നിങ്ങൾ സാധാരണ സോൾജിയറാണ്, എന്താണ് ഇയാൾക്കൊരു വ്യവസ്ഥയില്ല. അതായത് അപ്പോൾ പറഞ്ഞു, അതിൻ്റെ പേരിൽ ഫിത്ന വേണ്ട, അത് മസ്ലഹത്ത് അതാവും എന്നുകൊണ്ട് സിദ്ദീഖ് പറഞ്ഞതാണ്. സിദ്ദീഖിന് പക്ഷപാതിത്വമില്ല. പിന്നെ എനിക്ക് വിഷമമില്ല. എന്തുകൊണ്ട്? ഇന്നലെ എന്നെ സൈന്യാധിപനാക്കിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകാത്തത് കൊണ്ട് ഇന്നെന്നെ സാധാരണ സോൾജിയറാക്കിയപ്പോൾ ദുഃഖവുമില്ല. ഇതാണ് സ്വഹാബി. ആ രൂപത്തിൽ അതല്ലേ വാക്ക്. ഇന്നലെ എന്നെ പട്ടാള കമാൻഡറാക്കിയപ്പോൾ സന്തോഷം വരാതിരുന്നത് കൊണ്ട് ഇന്നെന്നെ സാധാരണ സോൾജിയറാക്കിയപ്പോൾ സിദ്ദീഖിനോട് ദുഃഖവും വന്നില്ല. വിത്തലുണ്ടാക്കി നമ്മളിപ്പോൾ നമ്മൾ അവിടെ വിത്തലുണ്ടാകുക. നമ്മൾ ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രസിഡന്റ് അല്ല, കമ്മിറ്റി അല്ല. അപ്പം വേറെ മുനാഫിഖ് അവിടെ വരും, മഹലിൻ്റെ എതിരാളി. എന്താ പറയുക? അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ഇവിടെ നടന്നത് എന്ത് ജനറൽ ബോഡിയാണ്? ഇജിപ്പോൾ എന്തിനാ ഇവിടെ എത്ര കാലത്തെ പ്രസിഡന്റാ, ഇവിടുത്തെ എത്ര കാലത്തെ കമ്മിറ്റി പറ എന്നെ ഒഴിവാക്കിയത്? അതൊക്കെ കളിയാണ്. ഞമ്മക്കതിമ പണിയെടുക്കണം. അപ്പം നമ്മളൊന്ന് മൂളി കൊടുക്കാം. ഞാൻ ശരി തന്നെയല്ലേ, ഞാനിപ്പോൾ എൻ്റെ വാപ്പാൻ്റെ കാലത്ത് മുതലേ നമ്മളല്ലേ ഈ പള്ളി നോക്കണം, എന്നിട്ട് എന്നോട് ഒഴിവാക്കി. അത് ശരിയാണ്, കളി നടത്തുക. കളി നടന്നത് മിഞ്ഞാന്ന് കുഞ്ഞുമാമീൻ്റെ പെരേന്ന് നട്ടപ്പാതിൽ 1 മണിക്ക് വരെ എൻ്റെ ഓഫീസ് റൂമിൽ ലേറ്റ് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് എന്തോ കളി നടക്കും. അങ്ങനെ ഉണ്ട് ജീവിച്ചാണ്. പിന്നെന്താ? ഇനിയിപ്പോൾ ഞാൻ അപ്പം ഒരു ഫോട്ടോ എടുത്ത് വെച്ചില്ല, അതാണ് അപ്പോൾ കുഴപ്പം. പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ അപ്പോൾ ഓൻ്റെ പെണ്ണുങ്ങളും പറഞ്ഞു, 2 മണിക്കുണ്ട് മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാക്കണേ പോണ്. കുഞ്ഞാമീൻ്റെ പേര് കുഞ്ഞാമീൻ്റെ പേര് ഇന്ന് 2 മണിക്ക് 3-4 മോട്ടോർ സൈക്കിൾ ഒന്നിച്ച് പോകണം. എൻ്റെ ഒച്ച ഞാൻ കേട്ടിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെ പറ്റുന്ന ആലോചിച്ച് ഞങ്ങളെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഉണ്ടായോ? എന്നാ ഞാൻ വെറുതെ വിടാൻ പാടില്ല.
ഈ സാധുവായ സ്വഹാബി പറഞ്ഞ വർത്താനോട് പറഞ്ഞാൽ പോരെ, ഞാൻ പ്രസിഡന്റായ കാലത്ത് പ്രസിഡന്റായി, ഇപ്പം ഞാൻ ആയിരം അതിനിപ്പത്തെ അതിനിപ്പം അഥവാ പ്രസിഡന്റിന് ഏറെ ചെയ്യാനുള്ളത് പൈസ കൊടുക്കുകയാണെങ്കിൽ പള്ളിയേക്കൊരു പൈസ കൊടുക്കാൻ പ്രസിഡന്റ് ഉണ്ടാവില്ല. പള്ളിന്റെ ഏതെങ്കിലും ഒരു സ്ഥലം വാർത്തത് നനച്ചു കൊടുക്കാനാണെങ്കിൽ അതും പ്രസിഡന്റ് ആണ്ടില്ല. രാവിലെ വന്നിട്ട് മോട്ടർ എടുത്ത് ആരും പറയില്ല. ഇനി ഒരു പ്രസിഡന്റ് പറഞ്ഞാൽ തന്നെ എന്ത് പറഞ്ഞാൽ നാട്ടിൽ നാലാൾപ്പുറം എന്താ പള്ളിക്കത്തെ പ്രസിഡന്റാന്ന് എഴുതി പള്ളിക്ക് നന്മ ലോൺ ചെയ്ത് ജയിമ വർത്താൻ മരിച്ചാരാ. നമ്മളിപ്പോ ഇന്നലെ വരെ പ്രസിഡന്റ് ആയിരുന്നു, ഇന്നലെ വരെ പള്ളിന്റെ വാർപ്പ് നനയ്ക്കായിരുന്നു, ഇന്ന് പ്രസിഡന്റ് അല്ല, അതുകൊണ്ട് ഇന്ന് നനക്കാൻ പാടില്ല. അങ്ങനെയുണ്ടോ? അവിടെ നമ്മൾ നനക്കാൻ പോയപ്പോ ആ പ്രസിഡന്റ് പറയാണ് എന്ത് ഞാൻ നനച്ചാൽ മതി, അതിന് കുത്തനെ നടന്നോന്നാണ്. അതിന് നാലാളി നമ്മളൊപ്പം ഉണ്ടാവും. എന്ത് പ്രസിഡന്റ് ഒക്കെ ജയിക്കും, പക്ഷെ പള്ളിന്റെ സേവനം ഞങ്ങൾ ആരും ചെയ്യും. പള്ളിന്റെ വഴി അടിച്ചു വാരാൻ പ്രസിഡന്റാണ്. പള്ളിന്റെ പായൊക്കെ തട്ടിക്കുടഞ്ഞ് കാർപ്പറ്റൊക്കെ കുടഞ്ഞിട്ട് അത് അടിച്ചു വാരി വ്യാഴ്ചരാക്കി രാത്രി വൃത്തിയാക്കിയിടാൻ പ്രസിഡന്റ് ആകണോ? ആ ഉള്ളു കഴുകിയിട്ട് വൃത്തിയാക്കാൻ പ്രസിഡന്റ് ആകണോ? പറയും പ്രസിഡന്റ് ആകണോ? അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ അനീതിയായി ചെയ്യത്തേ ഉള്ളൂ. പള്ളിയിൽ വെള്ളം കളയാൻ വേണ്ടി ചെയ്തില്ല. മൊല്ലാക്കാനൊക്കെ കാണിച്ചു കൊടുത്തു. മൊല്ലാക്ക എന്താ ഉച്ചട്ടിയൊക്കെ ശരിയല്ലേ? അപ്പൊ രണ്ടാൾ കണ്ടു. എന്നാ നമുക്ക് ഇന്ന് രാത്രി എന്നാൽ വൃത്തിയാക്കുക. ആ വൃത്തിയാക്കി അതിന് പ്രസിഡന്റ് ആണോ? അതിന് കമ്മിറ്റിയാണോ? മനസ്സിലാണ്ട് പറഞ്ഞത്. നമ്മൾ ഈ കുത്തിത്തിരിപ്പൊക്കെ നടക്കുന്നത് നമ്മൾക്ക് അഹങ്കാരം ഉള്ളത് കൊണ്ടാണ്. നമുക്ക് അഹങ്കാരം അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് നടക്കൂല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം കണക്കാണ്. ഇതാക്കാനത്തിൽ അഖ്ദാറു തഖ്ദീറാത്തുകൾ കണക്കാക്കലുകളെല്ലാം വരുന്നത് മാലിക്കുൽ മുൽക്കി മാലിക്കുൽ മുൽക്കായ റബ്ബിൽ നിന്നാണ് എന്നിരിക്കവേ എന്റെ അടുക്കൽ സമമാണ് മായസുറു സന്തോഷിപ്പിക്കുന്നതും മായുബ്കി കരയിപ്പിക്കുന്നതും എനിക്ക് സമമാണ്. അതായത് എനിക്ക് സന്തോഷവും കണക്കാണ്, ദുഃഖവും കണക്കാണ്. സന്തോഷിന്റെ റബ്ബ് സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു, ദുഃഖിപ്പന്റെ റബ്ബ് ദുഃഖിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിലെന്താ പിന്നെ? അപ്പൊ എല്ലാ അതാണ് അതാണ് പറഞ്ഞത്. എനിക്കൊക്കെ കണക്കാ, എല്ലാം കണക്കാ. ഇപ്പൊ ന്യായവും നേരും പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇനി നാളെ മുതൽ ക്ലാസ്സിന് വരില്ല. അതിലേക്ക് എന്താ? ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ന്യായക്കേട് പറഞ്ഞിട്ട് എത്ര കാലങ്ങൾ ഉണ്ടാവും? എന്താണ്? അന്നില്ല. നമ്മൾക്ക് കുറെ സാധനം നമ്മളൊപ്പം ഉണ്ടായി നോക്കട്ട് പോയി. അതിലിപ്പോ എന്താണ്? ഒരാളെ കയ്യിൽ നിന്ന് കുറച്ച് സാധനമാണ് പോയതുകൊണ്ട് അയാൾക്ക് എന്താ നഷ്ടം? ഇപ്പൊ ഒരാൾ 50 കിലോ ഏറ്റിയും കൊണ്ടാണ് പുറപ്പെട്ടത്. പിന്നെ കുറേ ചാടിപ്പോയി. പരിയിലെത്തിയപ്പോഴത്തിന് 10 കിലോനേ ഉള്ളൂ. എങ്കിൽ സുഖത്തിലല്ലേ പോയത്. പണ്ട് അരയിടത്ത് പാലത്തിൽ വലിയ പ്രസംഗമൊക്കെ നടത്തിയപ്പോൾ 10,000 ശ്രമിച്ചതും ഇതേ നഗരത്തിൽ തന്നെയാണ് എന്നാ പറഞ്ഞത്. ഒക്കെ കുറെ എണ്ണം പോകേണ്ടതാണോ? ഒക്കെ പോയി. അതിനെന്താണത്? അതിലിപ്പോ എന്താ പ്രശ്നം? അതൊന്നൊന്നുമില്ല. അതൊക്കെ പ്രശ്നമുള്ളവർക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഓലൊക്കെ വലിച്ചുട്ട് അന്യം കഴിയും. പക്ഷെ എന്നോണ്ടാ പറയണം, ഓലൊക്കെ നാളെ വരും. ഈ പോയവർ മുഴുവൻ നാളെ രാവിലെ തിരിച്ചു വരും. ഒരു പറയും ചെയ്യും അൽഹംദുലില്ലാ നീ നിലപാടിനാണ് പോയാൽ മതി. ഇപ്പൊ കോട്ടെ അത് സ്ഥലം മതി. അവരെ കടപ്പുറത്ത് കൊണ്ടുവരും. പിന്നെ എൻ്റെ വാപ്പങ്ങളെ സ്ഥിരമായി ക്ലാസ്സിന് വന്നതായിരുന്നു. പിന്നെ ഞാനാണ് അറിയുന്നതാണ്. ഗുണ്ടന്മാരൊക്കെ പറഞ്ഞു നിങ്ങളിപ്പോൾ ശരിയില്ല എന്ന്. ഇപ്പം നിങ്ങളുടെ നിലപാട് ശരിയാണ്, ഇനി നമ്മളുണ്ടാവും. അപ്പൊ എനിക്ക് അനുകൂലമായി പറയാൻ ഇഷ്ടമല്ലാണ്. അതൊക്കെ എത്ര കാലം ഉണ്ടാവും? ഏതൊക്കെ എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഒരാൾ വന്നതുകൊണ്ട് നീ സന്തോഷിക്കും വേണ്ട, ഒരാൾ പോയത് കൊണ്ട് നീ ദുഃഖിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. നിന്റെ ലക്ഷ്യം നിന്റെ പണിയാണ് റബ്ബിന്റെ. അപ്പൊ നിന്റെ അടുക്കൽ സമമാകണം. ഫസിയാനി പിന്നെ